പ്രണയമന്താരം. രചന, അവതരണം മിത്രവിന്ദ. അച്ചമ്മയും അപ്പച്ചയുമൊക്കെ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുവാണ് കല്ലു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചുറ്റുപാടൊക്കെയാണ് മോളെ. നല്ലൊരു വീടും പരിസരവും ഒക്കെയാണ്. അവിടുത്തെ ആളുകളൊക്കെ സ്നേഹമുള്ളവരാ. അതല്ലേ വേണ്ടത്. പിന്നെ നിനക്ക് എന്തുമാത്രം പഠിക്കണോ അത്രയും അവർ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ മോളുടെ ഭാഗ്യമാണ് ഈ ബന്ധം. അച്ഛനും അമ്മയും ഒക്കെ നന്മ നിറഞ്ഞ മനുഷ്യരാ. അച്ഛമ്മ വാതോരാതെ പറയുകയാണ്. കല്ലു, എല്ലാം കേട്ടിരിക്കുന്നതേ ഉള്ളൂ. നീ എന്താ മോളെ ഒന്നും പറയാത്തത്? വൈകിട്ട് അവരോട് വിളിച്ച് കാര്യങ്ങൾ പറയാമെന്നാണ് ചിറ്റപ്പൻ പറഞ്ഞിട്ട് പോന്നത്. ഉഷ കല്ലുവിൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായം ഒന്നുമില്ല അപ്പച്ചി. നിങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. പിന്നെ എൻ്റെ അച്ഛമ്മ തനിച്ചാകുമല്ലോ എന്ന വിഷമം മാത്രമേ ഉള്ളൂ. അതോർത്ത് നീ വിഷമിക്കണ്ട മോളെ. അച്ചമ്മയോട് ഇവിടെ വന്ന് താമസിക്കാനാണ് കണ്ണൻ്റെ ഇളയ പെങ്ങളും അമ്മയും പറഞ്ഞത്. അത് കേട്ടതും കല്ലുവിൻ്റെ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. സത്യമാണോ അപ്പച്ചി? അതേ മോളെ, അമ്മ പറഞ്ഞു എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താനാണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും ഒക്കത്തില്ല, അമ്മയെ ഞാൻ എൻ്റെ ഒപ്പം കല്യാണം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോയിക്കോളാമെന്ന്. അന്നേരമാണ് ശ്രീകുട്ടി മുറിയിലേക്ക് വന്നത്. ഉള്ള സൗകര്യത്തിന് അച്ചമ്മ ഇവിടെ നിന്നോളൂ, ഒറ്റയ്ക്ക് ഇവിടെ കഴിയേണ്ടെന്ന് ശ്രീകുട്ടി ശോഭയും പറഞ്ഞു. ഉഷ പറഞ്ഞപ്പോൾ കല്ലു അച്ചമ്മയെ നോക്കി പുഞ്ചിരിച്ചു. ഇപ്പോൾ സമാധാനായോ എൻ്റെ കുട്ടിക്ക്? അച്ചമ്മ ചോദിച്ചു. കല്ലുമോളെ, നിനക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ ഇപ്പോൾ പറയണം കേട്ടോ. നാളെ ഒരിക്കൽ വാക്ക് മാറ്റാൻ പറ്റില്ല. നിനക്ക് ചെറുക്കനെ ശരിക്കും ഇഷ്ടമായോ? അപ്പച്ചിയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെങ്കിൽ എനിക്ക് സമ്മതമാണ്. അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ കുട്ടി. ഞങ്ങളുടെ ആരുടെ ഇഷ്ടമല്ല നോക്കേണ്ടത്. നീയാണ് അവൻ്റെ ഒപ്പം കഴിയേണ്ടത്. നിനക്ക് 100% ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ കല്യാണം നടക്കത്തുള്ളൂ. അതേ മോളെ, എൻ്റെ കുഞ്ഞിന് ഇഷ്ടമായെങ്കിൽ മാത്രമേ ഞാൻ അവരോട് വാക്ക് പറയത്തുള്ളൂ. നിനക്ക് ആ ചെറുക്കനെ ഇഷ്ടമായോ കല്ലു? അവൾ നാണത്തോടെ മൂളി. ഓ, അത് കേട്ടാൽ മതി. ഇപ്പോഴാ എനിക്ക് ശ്വാസം നേരെ വീണത്, അച്ചമ്മ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ രാജനും ശോഭയും കൂടി സുമേഷിൻ്റെ ഒപ്പം കല്ലുവിനെ കാണാനെത്തി. അച്ഛൻ കണ്ടില്ലല്ലോ മോളെ, അതുകൊണ്ടാണ് ഞങ്ങളിന്ന് വന്നത്, ശോഭ പറഞ്ഞു. കല്ലു പുഞ്ചിരിച്ച് നിന്നതേ ഉള്ളൂ. രാജൻ അവളെ ഒരുപാട് ഇഷ്ടമായി. ഒറ്റ നോട്ടത്തിൽ തന്നെ അവളൊരു പാവമാണെന്ന് അയാൾക്ക് തോന്നി. തലേദിവസം അറിയിച്ചതുകൊണ്ട് കല്ലുവും അച്ചമ്മയും കൂടി ചെറിയ ഒരുക്കങ്ങളൊക്കെ നടത്തിയിരുന്നു. കുറച്ച് കള്ളപ്പം ഉണ്ടാക്കി. ഒപ്പം കൂട്ടാനായി ബീഫ് കറിയും. സുസ്മിതയും വന്നു അവരെ സഹായിക്കാൻ. സുസ്മിതയാണെങ്കിൽ ഇത്തിരി കപ്പ വേവിച്ചൊടിച്ചതും വറ്റമീൻ കറിയും കൂടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. കുറച്ചു സമയം സംസാരിച്ച ശേഷം അവരെ ഭക്ഷണം കഴിക്കാനായി അച്ചമ്മ വിളിച്ചു. 3 ആളും കൂടി ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ് അരമണിക്കൂർ കൂടി ഇരുന്നു. അതിനുശേഷമാണ് മടങ്ങിപ്പോയത്. അവിടെ നിന്നും പെൺകുട്ടിയെ കാണാൻ വരേണ്ട ആളുകളൊക്കെ എത്രയും പെട്ടെന്ന് വന്നോളാൻ അച്ചമ്മ മുൻകൂട്ടി പറഞ്ഞിരുന്നു. നല്ല ആളുകളാണ് കല്ലു അവരൊക്കെ. നിന്റെ ഭാഗ്യമാണ്, സുസ്മിത പറഞ്ഞു. എൻ്റെ സുസ്മിതെ, ഈ കുഞ്ഞിൻ്റെ കണ്ണ് നനയാൻ ഇടയുണ്ടാകരുത്. അത് മാത്രമേ ഉള്ളൂ എൻ്റെ പ്രാർത്ഥന. അച്ചമ്മയാണ്. കണ്ടെടുത്തോളം ഇവർ പാവങ്ങളാണ് അച്ചമ്മേ. പിന്നെ കല്ലുവിൻ്റെ അടുത്ത് ആരാ വഴക്കിന് വരുന്നത്? ഗുണത്തിനും ദോഷത്തിനും പോകാത്തൊരു കുട്ടിയല്ലേ ഇവൾ. വിരുന്നുകാർ പോയ ശേഷം അച്ചമ്മയും സുസ്മിതയും കല്ലുവും ഒക്കെ കൂടി കപ്പയും ഇറച്ചിക്കറിയും അപ്പവും ഒക്കെ എടുത്ത് കഴിക്കുവാണ്. മുത്തുമണി ഇനി 3:30 വരുമ്പോൾ അല്ലേ? അതേ കല്ലു, ഈ ആഴ്ച കൂടി പഠിത്തമുള്ളൂ, പിന്നെ അവധിയാണ്. ചേച്ചി കല്യാണം കഴിച്ചു പോകും. പിന്നെ എനിക്ക് ആരും കൂട്ടുകൂടാനില്ലെന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞു. പിന്നെ അവളെയും കൊണ്ടുപോകും ചേച്ചി എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ ആശ്വസിപ്പിച്ചത്. പാവം മുത്തുമണി, ചേച്ചി എന്തിനാ ഇപ്പം കുഞ്ഞിനോടതെല്ലാം പറഞ്ഞത്? അതല്ലേ അവൾക്ക് സങ്കടം വന്നേ. ചേട്ടനാണ് പറഞ്ഞത് അവളോട് ഇടയ്ക്കിടയ്ക്ക് പറയണമെന്ന്. ഇല്ലെങ്കിലേ പെട്ടെന്ന് അവൾക്ക് ഇതെല്ലാം കൂടി കാണുമ്പോൾ സങ്കടം വരും. എന്നാലും ഓ, അതൊക്കെ പോട്ടെ കല്ലു. കണ്ണൻ നിന്നെ വിളിക്കാറുണ്ടോ? ഇല്ല ചേച്ചി, ഇതുവരെ വിളിച്ചിട്ടില്ല. ആ ചേച്ചിമാർ രണ്ടുപേരും ഇടയ്ക്കൊക്കെ വിളിക്കും, കല്ലു മറുപടി കൊടുത്തു. അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരുന്നു. ചെക്കൻ്റെ വീട്ടിൽ നിന്നും 10-25 ആളുകൾ ഒരു ഞായറാഴ്ച എത്തി.
അതും കഴിഞ്ഞ് കുറച്ചുപേര് ഇവിടെ നിന്നും പോയി വിവാഹം ഉറപ്പിച്ചു. കല്ലുവിൻ്റെ ഒരു അമ്മാവനും അമ്മായിയും, പിന്നെ അച്ചമ്മയുടെയും മുത്തച്ഛൻ്റെയും ഒക്കെ വീട്ടിൽ നിന്നും കുറച്ച് മുതിർന്ന ആളുകൾ, ഒപ്പം ഉഷയും ഭർത്താവും, പിന്നെ സുസ്മിതയും അവളുടെ ഭർത്താവും. അങ്ങനെ കുറച്ച് പേരാണ് പോയത്. മേടം 6-ാം തീയതി കല്യാണം നടത്താനാണ് ആദ്യം തീരുമാനിച്ചത്. സുസ്മിതയ്ക്കൊക്കെ ചെക്കൻ്റെ വീടും പരിസരവും ചെക്കനെയും ഒക്കെ ഒരുപാട് ഇഷ്ടമായി. മര്യാദയുള്ള പയ്യനാണെന്ന് അവർ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ കല്ലുവിന് ഒരുപാട് സന്തോഷമായി. പക്ഷെ അവൻ ഒരിക്കൽ പോലും ഒന്ന് വിളിച്ചില്ലല്ലോ എന്ന് അവൾ ഓർത്തു. അങ്ങനെ പെണ്ണിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്ന ദിവസം വന്നെത്തി. രാജിയും സുമേഷും കല്ലുവിനെ കൂട്ടി ടൗണിൽ വരാമെന്ന് പറഞ്ഞു. അതിൻ പ്രകാരം കല്ലു അവർ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്തെത്തി നിന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ടൗണിലുള്ള ഷോപ്പിൽ പോയി. കണ്ണനും ശോഭയും കൂടിയാണ് വന്നത്. ശ്രീകുട്ടിക്ക് എക്സാം ഉണ്ടായിരുന്നു. അന്ന് പെണ്ണ് കണ്ടുപോയ ശേഷമാണ് ഇന്ന് രണ്ടാളും പരസ്പരം കാണുന്നത്. അന്ന് കണ്ടതിലും അവൾ ക്ഷീണിച്ചുവെന്ന് കണ്ണന് തോന്നി. ഇടയ്ക്കൊക്കെ അവൻ അവളെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. എങ്കിലും അവൾ അതൊന്നും കാണുന്നു പോലുമില്ല. ഒരു ഓറഞ്ച് നിറമുള്ള കാഞ്ചീപുരം സാരിയാണ് അവൾക്കായി സെലക്ട് ചെയ്തത്. സെയിൽസ് ഗേൾ അത് ഉടുപ്പിച്ച് കാണിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി. പിന്നീടൊരു ബോട്ടിൽ ഗ്രീൻ നിറമുള്ള സാരിയും ഒരു സെറ്റും മുണ്ടും കൂടി എടുത്തു. ഇതുവരേക്കും അവൾ സാരി ഉടുത്തിട്ടില്ലെന്ന് രാജിയോട് പറയുന്നത് കണ്ണൻ കേട്ടു. ക്രീം നിറമുള്ള ഷർട്ടും കസവ് കരയുള്ള മുണ്ടും ഉടുത്ത് കണ്ണൻ ഇറങ്ങി വന്നപ്പോൾ അവൾ അവനെ ഒളികണ്ണാലൊന്ന് നോക്കി. അവനത് കണ്ടതും ചിരി വന്നു. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് എല്ലാവരും ഇറങ്ങിയപ്പോൾ ഏകദേശം 4 മണി കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് അവൾ അച്ചമ്മയെ വിളിക്കുന്നതൊക്കെ അവൻ കാണുന്നുണ്ട്. രാജിയുടെയും സുമേഷിൻ്റെ ഒപ്പം ശോഭയോട് യാത്ര പറഞ്ഞ് കല്ലു മടങ്ങി. ഓട്ടോയിൽ കയറിയപ്പോൾ കണ്ണനെ നോക്കിയൊന്ന് അവൾ പുഞ്ചിരി തൂക്കാൻ മറന്നില്ല. അവൻ തിരിച്ചു. അച്ചമ്മയ്ക്ക് 2 സെറ്റ് മുണ്ടും എടുത്ത് ശോഭ അവളെ ഏൽപ്പിച്ചിരുന്നു. അത് വന്ന പാടെ അവൾ അച്ചമ്മയ്ക്ക് കൊടുത്തു. അവർക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ മോളെ കണ്ണൻ എന്തു പറയുന്നു? അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവൾ ഷോളിൻ്റെ പിന്നഴിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു. ശോഭയോ? അമ്മ ഒരുപാട് സംസാരിച്ചു. കണ്ണൻ പാവല്ലേടി മോളെ? അതെ അച്ചമ്മേ, ഒരുപാട് സംസാരിക്കില്ലെന്ന് തോന്നുന്നു. പക്ഷെ കണ്ടിട്ട് ആള് പാവമാണ്. ഓ, എനിക്കത് കേട്ടാൽ മതി. ആകെ മടുത്തച്ചമ്മേ, ഞാൻ കുളിച്ചിട്ട് വരാം. അവളൊരു തോർത്തെടുത്ത് തോളത്തിട്ടുകൊണ്ട് പറഞ്ഞു. കുളി കഴിഞ്ഞ് വന്നപ്പോൾ അവളുടെ ഫോൺ ശബ്ദിച്ചു. നോക്കിയപ്പോൾ ശോഭയാണ്. അവൾ വേഗം ഫോൺ എടുത്തു. ഹലോ, ആ മോളെ, എന്തോ എത്തിയോ വീട്ടിൽ? അമ്മേ, വന്ന് കുളി കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. ആണോ? അമ്മയൊക്കെ വീട്ടിൽ ചെന്നോ? ഇല്ല മോളെ, എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കളയിലേക്ക് മേടിക്കണമായിരുന്നു. ഞങ്ങളിവിടെ ഒരു കടയിൽ കയറിയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതെയോ? ഇനി എപ്പോൾ ചെല്ലും? ദേ ഇറങ്ങി മോളെ, ഇനി 1 മണിക്കൂർ വേണം ഇവിടുന്ന് ചെല്ലാൻ. ഇവിടെ ഒരുത്ത സൗകര്യം തരുന്നില്ല, വിളിച്ച് ചോദിക്കുന്നു പറഞ്ഞോണ്ട്. രാജി പറഞ്ഞു അവളോടെ കൊണ്ടുപോയി ഇറക്കിയെന്ന്. പക്ഷെ ഇവന് സമാധാനമില്ല. ശോഭ പറഞ്ഞപ്പോൾ കല്ലു ചിരിച്ചു. അച്ചമ്മ എന്തിയ മോളെ? ഇവിടെ എൻ്റെ അടുത്തുണ്ട്. അച്ചമ്മയ്ക്ക് സെറ്റ് ഇഷ്ടമായോ? അമ്മേ. എന്നാൽ ശരി കേട്ടോ. നടുവഴിച്ച് പൊട്ടുവാ മോളെ. കാലത്തെ മുതലേ നിൽപ്പല്ലേ, ഞാൻ പിന്നെ വിളിക്കാം. ശരിയമ്മേ, അമ്മ വെച്ചോളൂ. ശോഭ ഫോൺ കട്ട് ചെയ്തു. ദിവസങ്ങൾ ഒന്നൊന്നായി പെട്ടെന്ന് കടന്നു പോയിക്കൊണ്ടേയിരുന്നു. അച്ചമ്മ കല്ലുവിനായി കുറച്ച് പണം ആരും അറിയാതെ കരുതി വെച്ചിരുന്നു. കല്ലുവിന് 8 വയസ്സുള്ളപ്പോൾ അച്ചമ്മയുടെ കുറച്ച് വസ്തു വിറ്റ് കിട്ടിയ കാശാണ്. അന്ന് ബാങ്കിൽ ഇട്ടിരുന്നു അവർ. സത്യത്തിൽ ആ കാര്യം കല്ലുവിന് പോലും അറിയില്ല. അച്ചമ്മയുടെ ഒരു 3 പവൻ്റെ മാലയും 2 ചെറിയ വളകളും മാറുവാനായി അവർ തീരുമാനിച്ചു. കല്ലു അത് എതിർത്തെങ്കിലും അവർ സമ്മതിച്ചില്ല. അവയെല്ലാം കൂടി 5 പവനുണ്ടായിരുന്നു. പിന്നെ കല്ലുവിന് 1 പവൻ്റെ ചുട്ടിയും ചെയിനും ഉണ്ട്. അത് മാറേണ്ട കാര്യമില്ലെന്ന് അച്ചമ്മ പറഞ്ഞു. സ്വർണം മാറ്റി വാങ്ങാനായി അച്ചമ്മയും കല്ലും കൂടി പോയി. പോകും വഴി അച്ചമ്മ ബാങ്കിൽ കയറി കാശെടുത്തപ്പോൾ കല്ലു ഞെട്ടിപ്പോയി. അതും കൂടി എടുത്തു. സ്വർണം മേടിക്കാനാണെന്ന് കണ്ടതും കല്ലു അച്ചമ്മയോട് വഴക്കുണ്ടാക്കി. അച്ചമ്മയ്ക്ക് എന്തെങ്കിലും വയ്യാഴിക വന്നാൽ പിന്നെ എന്തു ചെയ്യും? ഇതൊന്നും എടുക്കണ്ട, എനിക്കൊരുപാട് സ്വർണ്ണമൊന്നും തരണ്ട, എല്ലാ കാര്യങ്ങളും നമ്മൾ അവരോട് പറഞ്ഞതല്ലേ. സാരില്ല കുട്ടി, അതൊക്കെ അപ്പോഴല്ലേ. ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം മംഗളമായി നടക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് അച്ചമ്മ അവളുമായി സ്വർണ്ണക്കടയിലേക്ക് കയറി. 5 പവൻ സ്വർണം വാങ്ങിയിട്ട്
അവൾക്ക് ഓരോ കാപ്പും, ഒരു ജോഡി സ്വർണ്ണ കൊലുസും 2 മോതിരവും വാങ്ങി. പിന്നെ അവൾക്ക് അരപ്പവൻ്റെ ഒരു ജിമിക്കയും 3/4 പവൻ്റെ വീതം 3 ഒറ്റ വളകളും ചെറുക്കനിടാനായി ഒരു ചെയിനും കൂടെ മേടിച്ചു. അവളുടെ കയ്യിലുള്ള സ്വർണ്ണം എല്ലാം കൂടെ കൂട്ടുമ്പോൾ 10 പവൻ മിച്ചമുണ്ട്. പിന്നെ അമ്മാവന്മാരൊക്കെ എന്തെങ്കിലും കൊടുക്കുമെന്നാണ് അച്ചമ്മയുടെ പ്രതീക്ഷ. കല്യാണ ചെലവ് ഉഷ നടത്തിക്കോളാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. പിന്നീട് അച്ചമ്മയും കല്ലുവും കൂടി അല്ലറ ചില്ലറ സാധനവും ഒക്കെ മേടിച്ചു. സന്ധ്യ കഴിഞ്ഞിരുന്നു അവർ തിരിച്ചെത്തിയപ്പോൾ. മേടിച്ച സ്വർണ്ണമൊക്കെ അണിയിച്ച് അച്ചമ്മ അവളെ കണ്ണിറയെ കണ്ടു. സന്തോഷം കൊണ്ട് ആ അച്ചമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കല്ലുവിനും അത് കണ്ടപ്പോൾ സങ്കടമായി. ഇനി 2 ദിവസം കൂടിയുള്ള കല്യാണത്തിന്. ഉഷയും കുടുംബവും നേരത്തെ എത്തിച്ചേർന്നു. ഒരുക്കങ്ങൾ ഒന്നൊന്നായി നടക്കുകയാണ്. കല്ലുവിനെ ശ്രീകുട്ടിയും രാജിയുമൊക്കെ മിക്കവാറും വിളിക്കും. ഓരോരോ വിശേഷമൊക്കെ തിരക്കും. കണ്ണ മാത്രം ഒരിക്കൽ പോലും അവളെ വിളിച്ചില്ല. അത് അവളിൽ വല്ലാത്തൊരു സങ്കടമുണ്ടാക്കി. ഇനി ആൾക്ക് തന്നെ ഇഷ്ടമായില്ലേ ആവോ എന്ന ചിന്ത അതവളെ പല പ്രാവശ്യം കടന്നാക്രമിച്ചു. അവൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. ശ്രീകുട്ടി അവളെ വിളിക്കുമ്പോൾ താൻ കാതോർക്കും. ഇടയ്ക്ക് എപ്പോഴെങ്കിലും തന്നെക്കുറിച്ച് അവൾ തിരക്കാറുണ്ടോ എന്ന്. പക്ഷേ അത് വെറുതെ ആയിരുന്നു. അമ്മയും അച്ഛനെയൊക്കെ ചോദിക്കുന്നതും അവൾ മറുപടി പറയുന്നതും കേട്ട് താൻ ചുമ്മാതെ കിടക്കും. പലപ്പോഴും വിളിക്കണമെന്ന് കരുതിയെങ്കിലും എന്തോ ഒരു മടി. അവൾ എന്ത് കരുതുമെന്നോർത്ത് അതൊഴിവാക്കി. ആ ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ പെണ്ണിങ്ങടെ എത്തും. അപ്പം അവളോട് ചോദിക്കാമെന്നാണ്. തന്നെക്കുറിച്ച് എന്താണ് ഒന്നും ചോദിക്കാതിരുന്നതെന്ന്. അവൻ്റെ ചുണ്ടിൽ അതോർത്തപ്പോൾ ഒരു പുഞ്ചിരി തത്തിക്കളിച്ചു. അങ്ങനെ കല്യാണത്തലേന്നെത്തി. അത്യാവശ്യം ആളുകളൊക്കെ വന്നും പോയി നിൽക്കുന്നു. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ് അടുത്ത വീട്ടിലെ സ്ത്രീജനങ്ങളെല്ലാവരും കൂടി. സാമ്പാറും കാബേജ് തോരനും പപ്പടവും മാങ്ങ അച്ചാറും മെഴുക്കുപുരട്ടിയുമാണ് വിഭവങ്ങൾ. എല്ലാം കൂടി 19 പേര് കാണും. കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലാണ് ആണുങ്ങളെല്ലാവരും. സദ്യ ഒരു ചെറിയ കാറ്ററിംഗ് സർവീസിനെ ഏൽപ്പിച്ചു. നേരത്തെ തന്നെ ഉഷയുടെ ഭർത്താവ് അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായി. പിന്നെ 4 മണിയാകുമ്പോൾ ചെക്കൻ്റെ വീട്ടിൽ നിന്നും പെൺകുട്ടിക്ക് പുടവ കൈമാറൽ ചടങ്ങുണ്ട്. അതിനായി കുറച്ച് ആളുകളൊക്കെ വരും. ചെക്കൻ്റെ സഹോദരിയാണ് അത് കൈമാറുന്നത്. അവർക്കായി പാലപ്പവും ചിക്കൻ കറിയും അവിൽ വിളയിച്ചതും അലുവയും മിക്സ്ചറും ഒക്കെ കൊടുക്കാനാണ് അച്ചമ്മയുടെയും ഉഷയമ്മയുടെയും തീരുമാനം. കല്ലു ട്യൂഷൻ പഠിപ്പിക്കുന്ന വീട്ടിലെ ആളുകൾ എത്തി. അവിടുത്തെ അമ്മ കല്ലുവിന് ഒരു മോതിരമാണ് സമ്മാനമായി കൊടുത്തത്. കൂടെ ഒരു സെറ്റും മുണ്ടും. പുടവ കൈമാറാൻ നാത്തൂമാരൊക്കെ ആ സെറ്റും മുണ്ട് കൊടുക്കാൻ എല്ലാവരും കല്ലുവിനോട് പറഞ്ഞു. ഓറഞ്ചിൻ്റെ കൂടെ സ്വർണ്ണ കസവുള്ള ഒരു സെറ്റായിരുന്നു അത്. എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടമായി. അവർ പോയി കഴിഞ്ഞ് കല്ലുവും സുസ്മിതയും മുത്തുമണിയും കൂടി ഇരുന്ന് മൈലാഞ്ചി ഇടുകയാണ്. അങ്ങനെ മൈലാഞ്ചി ചടങ്ങ് ഒന്നും തന്നെ ഇല്ല. പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ അവൾ ഇടാമെന്ന് സമ്മതിച്ചു. ഉഷയുടെ മകൻ പോയി മേടിച്ചുകൊണ്ട് വന്ന് കൊടുത്തതാണ് മൈലാഞ്ചി. അത്രയും നേരം കല്ലു ചേച്ചി പോകുന്നതിൽ വിഷമിച്ചിരുന്ന മുത്തുമണി മൈലാഞ്ചി കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് കല്ലുവിൻ്റെ ഒപ്പം കൂടി. കൃത്യം 4 മണിയായപ്പോൾ ശ്രീകുട്ടിയും രാജിയും എത്തി. അവരുടെ ഒപ്പം വേറെ കുറച്ച് ആളുകളും. കൂടുതലും കുട്ടികളാണ്. പിന്നെ അവരുടെ അമ്മായിയും ചെറിയമ്മയും. കല്ലു സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് മുടി നിറയെ മുല്ലപ്പൂ ഒക്കെ വെച്ച് സുന്ദരി കുട്ടിയായിട്ടായിരുന്നു. രാജിയാണ് കല്ലുവിന് മന്ത്രകോടി കൈമാറിയത്. അവളുടെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് കല്ലു 2 കൈകളിലേക്കും അത് വാങ്ങി. അല്പം കഴിഞ്ഞതും ശ്രീകുട്ടി അമ്മയെ വീഡിയോ കോൾ ചെയ്തു. കല്ലുവിനെ കാണിച്ചു കൊടുത്തു. ശോഭ അവളോട് ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. ശോഭയോട് മറുപടി പറയുമ്പോഴും അവളുടെ കണ്ണുകൾ ആരെയോ തിരിഞ്ഞു. ഇടയ്ക്കൊരു മിന്നായം പോലെ അവൾ നോക്കിയപ്പോൾ കണ്ണൻ്റെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞു നിന്നു. എടാ കണ്ണ, ദേ മോള്. ശോഭ ഫോൺ ചിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ കല്ലുവിനെ നോക്കി പുഞ്ചിരി തൂക്കി. തിരിച്ചവളും. ഏകദേശം 6 മണി കഴിഞ്ഞു അവർ തിരിച്ചു പോയപ്പോൾ. രാത്രിയിലും അത്യാവശ്യം അയൽവക്കത്തെ ആളുകളൊക്കെ ഉണ്ട്. എല്ലാവരും ഓരോ കഥകളൊക്കെ പറഞ്ഞിരിക്കുവാണ്. കല്ലുവാണെങ്കിൽ മുത്തുമണിയും കളിപ്പിച്ചുകൊണ്ട് അതിലൂടെയൊക്കെ നടക്കുന്നു. കല്ലുമോളെ, കിടന്നുറങ്ങിക്കേ നീര് ഒരുപാടായി. കാലത്ത് എഴുന്നേക്കണ്ടേ? അച്ചമ്മ ഇടയ്ക്കൊക്കെ അവളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ശരി അച്ചമ്മേ.
അച്ഛമ്മയും കല്ലും കൂടി കിടക്കാൻ പോയപ്പോൾ നേരം 11 മണി കഴിഞ്ഞു. ചെറുക്കം വരുമ്പോൾ കിടക്കാനായി അച്ഛമ്മ ഒരു ഡബിൾ കോട്ട് കട്ടിൽ സുസ്മിതയുടെ ഭർത്താവിനെ കൊണ്ട് മേടിപ്പിച്ചിരുന്നു. ഇന്ന് കാലത്തെയായിരുന്നു കട്ടിൽ വന്നത്. കല്ലു നിർബന്ധിച്ചപ്പോൾ അച്ഛമ്മ അവൾക്കൊപ്പം ആ കട്ടിൽ കിടക്കാമെന്ന് സമ്മതിച്ചു. അല്ലാത്തപ്പോൾ അച്ഛമ്മ കട്ടിലിലും കല്ലു തറയിൽ പായ വിരിച്ചുമാണ് കിടക്കുന്നത്. അന്ന് അച്ഛമ്മ അവളെ കെട്ടിപ്പിടിച്ച് മാറോട് ചേർത്ത് കിടന്നു. അവരുടെ ചിന്തകൾ പിറകിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇത്തിരി പോന്ന പിഞ്ചു പൈതലാണ് അവരുടെ മനസ്സിൽ അപ്പോഴും. അമ്മിഞ്ഞപ്പാലിൻ്റെ മാധുര്യം കിട്ടാതെ കിടന്നുറങ്ങുന്ന കുഞ്ഞ്. ഇടയ്ക്കെല്ലാം ഒരുപാട് കരയും. താൻ ഇതുപോലെ മാറോട് ചേർത്ത് കിടക്കും. കുറേ സമയം കഴിയുമ്പോൾ താനേ കിടന്നുറങ്ങും. ഇതുവരെ ഒരു ദിവസം പോലും തൻ്റെ അരികിൽ നിന്ന് മാറി നിന്നിട്ടില്ല തൻ്റെ കല്ലുമോള്. നാളെ അവൾ തന്നെ വിട്ടുപോകുന്നത് ഓർക്കാൻ പോലും വയ്യ. ഈശ്വരാ, എൻ്റെ കുഞ്ഞ് നല്ലത് മാത്രമേ ഈ കുട്ടിക്ക് വരുത്താവുള്ളൂ എന്ന് ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ തൻ്റെ ഓരോ അണുവിലും. ഈശ്വരൻ കൈവിടില്ല എന്ന ഒറ്റ പ്രതീക്ഷയിലാണ് ആ വൃദ്ധ. അത്രമാത്രം അവർക്കിഷ്ടമായി കണ്ണനെയും ആ വീട്ടുകാരെയും. ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് എപ്പോഴോ അച്ചമ്മ ഒന്നുറങ്ങിയത്. അപ്പോഴേക്കും കല്ലുവിൻ്റെ കൈകൾ അച്ചമ്മയെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. തുടരും.